ഇവിടെ ഈ ശബരിമല പ്രശ്നങ്ങൾ ഈ ടി വിയിൽ കുറച്ച് പേരിരുന്നിട്ട് ചർച്ച ചെയ്ത് ഇത് ആർക്ക് വേണ്ടി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യണത്? അവരുടെ ഓരോ രാഷ്ട്രീയക്കാരുടെ വലിപ്പങ്ങളെ പറഞ്ഞ് അവർ തമ്മിൽ ഈ വലിയ വിഷയങ്ങൾ ഉണ്ടാവാന്നല്ലാതെ ഇതിനൊരു തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ദിവസവും ഈ ചാനലുകാരിങ്ങനെ ഈ 3-4 പേരിരുന്ന് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ ഏറ്റക്കുറച്ചിൽ പറഞ്ഞ് പാർട്ടികളുടെ ഏറ്റക്കുറച്ചിൽ പറഞ്ഞ് ഇങ്ങനെയുള്ള ചർച്ചകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് ചർച്ച ചെയ്താലും ഇവിടെ മാനവരാശിക്ക് ഈ വിശ്വാസികൾക്ക് വേണ്ടത് ഈ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സ്വർണം അത് ഇവിടെ എത്തിക്കണം. അത് കടകംപള്ളി ആയാലും വാസു ആയാലും പത്മകുമാറായാലും ഏത് കുമാറായാലും അവരിവിടെ എത്തിക്കണം. കോടതി അന്വേഷിച്ചോട്ടെ, പോലീസ് അന്വേഷിച്ചോട്ടെ, ED അന്വേഷിച്ചോട്ടെ, ഒക്കെ ചെയ്തോട്ടെ. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടത് സ്വർണം, ശബരിമലയിലത്തെ സ്വർണം തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് ഇവിടെ വേണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് അവരിത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുഞ്ഞിക്കിടാവിനാണ് ഇത് അറിയാത്തത്? ഇതെവിടെ പോയെന്ന് എല്ലാവർക്കും അറിയാം. അത് വേണം ഇവിടെ. ഇവർ ഈ പാർട്ടിക്കാർ, ഈ പ്രസ്ഥാനം, അതായത് ഇടതുപക്ഷ പാർട്ടിക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളിൽ വന്നിങ്ങനിട്ട് ഇവർ മന്ത്രിമാരായി ഈ 10 വർഷം കട്ടുമുടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇല്ലേ? ഈ പ്രസ്ഥാനം നശിച്ചു പോയില്ലേ? ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? ഈ പിണറായി ഗവൺമെൻറ് വന്നതോടുകൂടി ഈ പ്രസ്ഥാനം നശിച്ചില്ലേ? നശിച്ചു കെട്ടു. ഇനി കേരളം ഈ ഇടതുപക്ഷത്തിൻ്റെ കണി കാണുമോ? ഇനി കേരളം ഒരു കാരണവശാലും കണി കാണില്ല. അത് ഉറച്ച തീരുമാനമാണ്. നിങ്ങളിനി ഈ വിശ്വാസികളുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങാനൊന്നും പോണ്ട. വിശ്വാസം എന്താണെന്ന് വിശ്വാസികൾക്കറിയാം. നിങ്ങളിനി ഏത് പാലിൽ കുളിച്ചാലും തേനിൽ കുളിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ പ്രസ്ഥാനം തന്നെ നശിച്ചു കെട്ടുപോയി. അത് പ്രകൃതിയിലുള്ളൊരു സത്യമായിട്ട് വരും. പിന്നെ ശബരിമലയിലത്തെ സ്വർണം എടുത്തുകൊണ്ട് പോയി കട്ടതിന് അതിന് പ്രകൃതിയിൽ നിന്നൊരു ശിക്ഷ ഉണ്ട്. അത് പ്രകൃതി സത്യമാണ്. മനസ്സിലായില്ലേ? അത് ഏത് കോടതിക്കും തടയാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലായിക്കോ. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒന്നിനും തടയാൻ പറ്റില്ല. പ്രകൃതി ശിക്ഷ അത് നിർബന്ധമാണ് മനുഷ്യന്. അതാണ് ഭൂമിയിൽ നടക്കുന്നത്. അത് അയ്യപ്പൻ്റെ സ്വർണമാണത്. ഈ വിശ്വാസികൾ കഷ്ടപ്പെട്ട് ഓരോന്നും കൊണ്ട് ഒരുക്കി കൂട്ടിയ ഈ ശാപം നിങ്ങളുടെയൊക്കെ തലമുറകളായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. അത് പ്രകൃതി നിശ്ചയിക്കുന്നതാണ്. നിങ്ങളോ ഞാനോ മറ്റൊരു കോടതിയല്ല, പ്രകൃതി നിശ്ചയിക്കുന്നതാണ്. അത് സത്യമാണ്. ഈ പ്രസ്ഥാനം തന്നെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? ഈ പ്രസ്ഥാനത്തിനെ നിങ്ങൾ നശിപ്പിച്ച് വെണ്ണൂറാക്കിയില്ലേ? ഇല്ലേ? ഏതെല്ലാം മനുഷ്യർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ചെങ്കൊടിയാണ്. ഇതൊക്കെ നിങ്ങൾ നശിപ്പിച്ച് വെണ്ണീറാക്കി കളഞ്ഞില്ലേ? ഇല്ലേ? ഒരു പ്രസ്ഥാനത്തിനെ ഇല്ലായ്മ ചെയ്താണ് ഇവിടെ അവസാനം വന്ന ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. കഷ്ടം. ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് വിളിച്ചിട്ടുള്ളതാ. ആ പ്രസ്ഥാനത്തിനാണ് ഇല്ലായ്മ ചെയ്തത്.